ഹലോ, എല്ലാവർക്കും ആദിസ്വരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ചിക്കൻ ആട്ടോ. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മൾ ബോയിൽഡ് ചിക്കനേക്കാളും ബെറ്റർ ആണ് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ. ഇന്നത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റഡ് പീസസ് വളരെ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3/4 ബൗളോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും വെള്ളമോ പിന്നെ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ക്യാപ്സിക്കം ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ ക്യാരറ്റോ കാബേജോ ബ്രൊക്കോളിയോ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1/4 ടീസ്പൂണിനോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കെന്ത് ചെയ്യാം, അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തല്ലോ, അതുകൊണ്ടാണ് ചിക്കൻ കുറഞ്ഞ ഒരു നിറവ്യത്യാസം വന്നത്. 1/4 ടീസ്പൂൺ അളവൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ചെറിയ എരിവിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ ഫ്രീ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടിയിടെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നൈറ്റ് ഡിന്നറിന് പകരം ഇതേ രീതിയിൽ ഒരു ചിക്കൻ തയ്യാറാക്കി കഴിച്ചാലും മതി. വളരെ ടേസ്റ്റിയാണ്. മസാലയൊന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു ഓയിൽ ഫ്രീ ചിക്കൻ തയ്യാറാക്കി നോക്കാം കേട്ടോ. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.